ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഡിസംബർ 26 ആദ്യ രക്തസാക്ഷിയെ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ. ആരായിരുന്നു സ്റ്റീഫൻ? 7 പേർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അപ്പസ്തോലരാൽ നിയമിക്കപ്പെട്ടു. അവരിൽ ഒരാൾ. സ്റ്റീഫന്റെ കൃപയും ജ്ഞാനവും അനേകരെ മനസ്സാന്തരപ്പെടുത്തി. അസൂയ പൂണ്ട യഹൂദർ കള്ളസാക്ഷികളെ നിരത്തുകയാണ് സംഘത്തിന് മുന്നിൽ. അറസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റീഫന്റെ ആ കൃപ നിറഞ്ഞ വചനങ്ങൾ ശ്രവിച്ചതോടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സ്റ്റീഫൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇത് കേട്ട് ആക്രോശിച്ച് അവർ നഗരത്തിന് വെളിയിലാക്കി സ്റ്റീഫനെ കല്ലെറിയുകയാണ്. ആ സമയത്തും സ്റ്റീഫൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഏറ്റവും മനോഹരമായ അവസാന വചനം അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 60-ാം തിരുവചനം. പിതാവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. ക്ഷമിക്കുന്ന സ്റ്റീഫനെയല്ലേ നാം കാണുന്നത്? ഈ ക്ഷമ നമുക്കും അനുകരിക്കാൻ പറ്റുകയില്ലേ? നമ്മെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കാൻ ഈ സന്ദേശം സഹായകമാകട്ടെ. ദൈവം ക്ഷമയുടെ ദൈവമാ. നാമും ക്ഷമിക്കാൻ വിളിക്കപ്പെട്ടവരാ. എല്ലാവർക്കും കൃപ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. ആമേൻ.